500 ക്ലബ്ബുകൾക്ക് ഫുട്ബോളുകൾ വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു. തൃത്താല മണ്ഡലത്തിൽ കേരളോത്സവത്തിൽ പങ്കെടുത്ത 500 ക്ലബ്ബുകൾക്ക് ഫുട്ബോളുകൾ വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു. ഫുട്ബോൾ താരം IM വിജയൻ മുഖ്യാതിഥിയായി. കൂറ്റനാട് കാണിച്ചിറക്കൽ മാൾ SGDO ടറഫിൽ നടന്ന പരിപാടിയിൽ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ TV നിഷ, അഡ്വക്കേറ്റ് നിഷ, KP വിപിലേഷ്, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. നടക്കുകയാണ്. ഉണർവ് എന്ന പേരിൽ സ്കൂളുകളിൽ ഒരു കായിക പ്രോത്സാഹന പരിപാടി വിമുക്തി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ലോകത്താകെ പരീക്ഷിച്ച് വിജയിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് മയക്കുമരുന്നിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ സ്പോർട്സിനെ ഉപയോഗിക്കാം എന്നത്. അതുകൊണ്ടാണ് തൃത്താലയിലെ ക്ലബ്ബുകൾക്കെല്ലാം സ്പോർട്സ് കിറ്റുകൾ കൊടുക്കാം എന്നാലോചിച്ചത്. MLA ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്ത ക്ലബ്ബുകൾക്ക് മാത്രമേ കൊടുക്കാനാവൂ. അപ്പോൾ കണക്കെടുത്തു നോക്കിയപ്പോൾ തൃത്താല അസംബ്ലി മണ്ഡലത്തിൽ രജിസ്റ്റർ ചെയ്ത ക്ലബ്ബുകൾ 56 എണ്ണമേ ഉള്ളൂ. എന്നാൽ രജിസ്റ്റർ ചെയ്യാത്ത ക്ലബ്ബുകൾ 400-ലധികമുണ്ട്. MLA ഫണ്ട് കൊണ്ട് രജിസ്റ്റർ ചെയ്യാത്ത ക്ലബ്ബുകൾക്ക് കൊടുക്കാൻ നിർവാഹമില്ല, അനുമതിയില്ല. അതുകൊണ്ടാണ് വിമുക്തി വഴി സ്പോൺസർഷിപ്പ് മുഖേന എളുപ്പത്തിൽ ലഭ്യമാക്കാവുന്ന ഫുട്ബോൾ, മികച്ച ഫുട്ബോളാണ് കൊടുക്കുന്നത്. അത് എല്ലാ രജിസ്റ്റർ ചെയ്യാത്ത ക്ലബ്ബുകൾക്കും കൊടുക്കാം എന്ന് തീരുമാനിച്ചു. ഇത് കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്ത 56 ക്ലബ്ബുകൾക്ക് പൂർണ്ണമായ സ്പോർട്സ് കിറ്റ് തന്നെ കൊടുക്കുന്നുണ്ട് എന്ന കാര്യവും ഞാനിവിടെ അറിയിക്കുകയാണ്. ഭാവിയിൽ എല്ലാവരും രജിസ്റ്റർ ചെയ്യാൻ ശ്രമിച്ചാൽ ഇതുപോലുള്ള ചില കാര്യങ്ങൾ നമുക്ക് അവർക്ക് കൂടി കൊടുക്കാൻ പറ്റും. ഒരു ദീർഘമായ പ്രസംഗത്തിനൊന്നും ഞാൻ മുതിരുന്നില്ല. സന്ദേശം വളരെ വ്യക്തമാണ്. നോ ടു ഡ്രഗ്സ്. ആ മെസ്സേജ് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ നാം സ്പോർട്സിനെ ഉപയോഗിക്കുന്നത്. നോ ടു ഡ്രഗ്സ്, സ്പോർട്സ് ഫോർ പ്രോഗ്രസ്. ഇതാണ് നമ്മുടെ മുദ്രാവാക്യം. ഇവിടെ ഇന്നത്തെ മുഖ്യ അതിഥിയും മുഖ്യ ആകർഷണവുമെല്ലാം ശ്രീ IM വിജയനാണ്. നമ്മൾ എപ്പോഴും കാണുന്നവരാണ്. എന്റെ പ്രസംഗം കേട്ട് മടുത്തിട്ടുള്ളവരാണ് നിങ്ങൾ. അല്ലെങ്കിൽ തന്നെ ഇവിടെ പ്രസംഗത്തിന് വലിയ പ്രസക്തിയുമില്ല. ശ്രീ IM വിജയൻ ഇതിലൊന്നുണ്ടാവണമെന്നത് എന്റെ കൂടി വ്യക്തിപരമായ നിർബന്ധമായിരുന്നു. അതുകൊണ്ട് അല്പം വിഷമമുണ്ട്. അദ്ദേഹത്തിന് കുറച്ച് അസൗകര്യവും ശാരീരിക ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടെങ്കിലും നിർബന്ധിച്ചപ്പോൾ അദ്ദേഹം വരാം എന്ന് സമ്മതിച്ചു. ഏറ്റവും അധികം ഫുട്ബോളോട് സ്നേഹിക്കുന്നു. ഫുട്ബോൾ കളിച്ച് കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. ഇപ്പോഴത്തുള്ള പിള്ളേർക്ക് ഏറ്റവും നല്ല സുഖം എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് നല്ല ക്യാമ്പൊക്കെ ഉണ്ട്. ഇപ്പോൾ നല്ല ടർഫ് ഗ്രൗണ്ട് ഉണ്ട്. പെട്ടെന്ന് കളിച്ച് ഇപ്പോൾ നല്ല ചാൻസാണ്. കാരണം IS പോലത്തെ കളിയൊക്കെ വന്നു നാഷണൽ ടീമിലേക്ക് പോകാനും, ഒരു സ്റ്റേറ്റ് കളിച്ച് കഴിഞ്ഞാൽ നാഷണൽ ടീമിലേക്ക് പോകാനും, Under 16 തൊട്ട് Under 15, 13 ഒക്കെ ഇന്ത്യൻ ടീമുള്ളതാണ്. പോകാൻ ഭയങ്കര എളുപ്പമുള്ള വഴിയാണ് ഫുട്ബോൾ. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കളിക്കുന്ന സമയത്ത് ആദ്യം ഒരു സെലക്ഷന് പോകാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആ പ്ലേയേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഒരു സെലക്ഷൻ, ഒരു അക്കാഡമിയിലെ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് സെലക്ഷൻ, ഒരു ഡിസ്ട്രിക്ട് സെലക്ഷനൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും അധികം പാരൻസാണ് ഉണ്ടാവുക. ആ ഒരു സപ്പോർട്ട് വലിയൊരു കാര്യം തന്നെയാണ്. പാരൻസ് സപ്പോർട്ട് ചെയ്താലാണ് പിള്ളേർക്ക് കളിച്ചു വളരാൻ പറ്റുള്ളൂ. വലിയൊരു കാര്യം തന്നെ. എൻ്റെ അമ്മയ്ക്കൊന്നും അറിയില്ല. നമുക്ക് കൂലിപ്പണിയെടുത്ത് വരുന്ന സമയത്ത് ഞാനിരുന്ന് കരയായിരുന്നു. അത് എന്തിനാ ഈ കരയണേന്ന് ചോദിച്ചു. ഞാൻ ചേട്ടടിച്ചിട്ടാണോ, പഠിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എനിക്കെന്തായാലും പഠിച്ചിട്ട് എനിക്ക് കയറുന്നില്ല. അപ്പോൾ എന്തിനു കരണേന്ന് ചോദിച്ചു. കാരണം ചേട്ടടിച്ച് പഠിക്കാണ്ടെന്ന്. അപ്പോൾ ചേട്ടനോട് വേട് പറഞ്ഞു അമ്മ. അമ്മയ്ക്ക് വലിയ പഠിപ്പൊന്നുമില്ല കേട്ടോ. അമ്മ കൂലിപ്പണി കഴിഞ്ഞൊന്നുമില്ല. എൻ്റെ ചേട്ടൻ്റെ പേര് വിജു എന്നാണ്. എടാ നീ എന്തിനാ അവനടിക്കണേ? അവന് പഠിക്കാൻ ഇഷ്ടമില്ല, അവൻ വിട്ടേക്ക്. അവൻ അറിയുന്ന ഒരു തൊഴിലുണ്ടല്ല, അവൻ അത് ചെയ്യട്ടെ. അവന് കളിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട്, അവനെ കളിക്കാൻ വേണ്ടി. ആ ഒരു വേടാണ് ഇപ്പോൾ ഇവിടെ കൊണ്ടുതന്നെ നിർത്തിയത്. വലിയൊരു ഇല്ല, അമ്മ പറഞ്ഞത് തന്നെ വലിയൊരു വേട. പാരൻസിനെ അറിയാം,
പക്ഷെ എൻ്റെ അമ്മയ്ക്ക് അത്ര പഠിപ്പൊന്നും ഇല്ലെങ്കിലും ആ ഒരു വേട് ആ വിജയൻ സാർ ഒരു ദിവസം തിരുവനന്തപുരത്ത് ഞങ്ങളൊരു ഷോക്ക് ഇരിക്കുമ്പോൾ അത് പറഞ്ഞായിരുന്നു നമ്മുടെ കാര്യങ്ങൾ. കൂടെ വരാൻ പറ്റിയാലും സാറിൻ്റെ കൂടെ ഒരു വേദി പങ്കിടാൻ പറ്റിയതും നല്ലൊരു നാട്ടുകാരെ കാണാൻ പറ്റിയതും വളരെ സന്തോഷം. കാഴ്ചയുടെ കരുതലുമായി കൂറ്റനാട് അലീന കണ്ണടകൾ. നിങ്ങളുടെ കണ്ണുകൾക്ക് ഇനി മികച്ച സുരക്ഷയും കൃത്യമായ പരിചരണവും നൽകാൻ കൂറ്റനാട് ടൗണിൽ തൃത്താല റോഡിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ പ്രവർത്തിക്കുന്നു അലീന കണ്ണടകൾ.